നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂര്. മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അസുഖം വന്നാൽ മരുന്ന് വാങ്ങിക്കും. ഓക്കെ, അസുഖം വന്നാൽ മരുന്ന് വാങ്ങിക്കണം, തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, മരുന്ന് വാങ്ങിക്കണം, അത് ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതാണ് ഒരു മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഓപ്ഷനൊന്നും വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കഴിച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമുക്ക് ന്യൂട്രീഷൻസിൻ്റെയും ഇങ്ങനെയുള്ള കുറവുകൾ വരുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ, ഡോക്ടർ മരുന്ന് തരുന്നുണ്ടെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം എന്ന് ഡോക്ടർ പറയാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ജനങ്ങൾക്കൊരു പരിധിവരെ അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും ഇതൊന്നും പറയാനുള്ള സമയം അവർക്ക് കിട്ടാറില്ല. ഒന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സമയമുണ്ട്? എത്ര പേഷ്യൻസിനെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡോക്ടർ ആ താൽക്കാലികമായിട്ട് എന്താണോ ആ ഒരു പ്രശ്നം, ആ പ്രശ്നം മാറാനുള്ള മരുന്നാണ് ഡോക്ടർ തരുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട. കൃത്യമായിട്ട് നമുക്കറിയാം, നമുക്ക് പോഷകാഹാരങ്ങൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന് തന്നെയാണ് പറയണത്. അതായത് നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൻ്റെ നല്ല എനർജി കിട്ടുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ പോഷകാഹാരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പോഷകങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പരിധി വരെ അതുപോലെ തന്നെ ഒരുപാട് വിഷാംശങ്ങൾ, മായങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷാംശങ്ങളെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ നല്ല കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കിട്ടേണ്ട ആവശ്യമാണ്. അതിനാണ് സപ്ലിമെന്റ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പല അവയവങ്ങൾക്കും പോരായ്മകൾ വരുമ്പോൾ അതിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. ആ ലക്ഷണങ്ങളെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുകയും ആ ഒരു അവയവത്തിന്റെ പ്രവർത്തനം കറക്റ്റ് ആവുകയും ആ ശരീരത്തിന് മൊത്തത്തിലുള്ള ഒരു എനർജിക്ക് നല്ല രീതിയിൽ മാറ്റം വരികയും നല്ല രീതിയിൽ എനർജിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഓരോ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ കുറവുകൾ കാണിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ട പരിഹാരം നമ്മൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ ലക്ഷണങ്ങളും, ഇപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ലക്ഷണങ്ങളും അറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് എടുക്കുക. പ്രത്യേകിച്ച് ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടുക്കുന്ന ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ ഓരോ സപ്ലിമെന്റുകൾ, ഇപ്പോൾ വെൽനസ് പ്രൊഡക്റ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോ അവയവങ്ങൾക്കും വേണ്ടി എനർജി കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെൽഹെർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്, അത് ഹൃദയത്തിന് എനർജി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഹൃദയത്തിന് എനർജി കൊടുത്തുകൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വെൽഹെർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. നെർവ് എനർജി, നമ്മുടെ നെർവസിന് എനർജി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. അത് സർക്കുലേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ലിവർ ഗെയിൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, നമ്മുടെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ലിവറിന് ഹെൽത്ത് കൊടുത്തുകൊണ്ട് ലിവറിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ലിവറിലേക്കാണ്. അപ്പോൾ ആ ഒരു ലിവറിൽ വരുന്ന വേസ്റ്റുകൾ, വിഷാംശങ്ങൾ, മായങ്ങൾ, ഇതെല്ലാം അടിഞ്ഞുകൂടി ആ ലിവർ ഡാമേജ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ വരെ ഈ പറയുന്ന ഫാറ്റ് ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യപാനികൾക്ക് കാണുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കുട്ടികൾക്ക് വരെ ആ തരത്തിൽ കാണുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്ക്, മദ്യം കഴിക്കാത്ത ആളുകൾക്ക് വരെ ഫാറ്റ് ലിവർ ഉണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ മദ്യമൊന്നും കഴിക്കില്ല, പിന്നെ എനിക്ക് ഫാറ്റ് ലിവർ ഒന്നും ഇല്ല, ഇതൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇപ്പോൾ ഫാറ്റ് ലിവർ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് പൊതുവെ കോമൺ ആയിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ അറിയാൻ സാധിക്കാറൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ, വലിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്തടത്തോളം അതൊന്നും നോക്കാൻ സാധാരണ രീതിയിൽ ആരും മെനക്കെടാറില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ ഒരു കരളിന് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളുടെ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നത് കരളിന് നല്ലതാണോ? ഒരിക്കലും അല്ല. കരളിന് 8ന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ. അപ്പോൾ ഒരു സംശയം വിചാരിക്കണം അതിനകത്ത്. അതായത് നമ്മൾ ഈ പറയുന്ന എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, അതുപോലെ തന്നെ മായം ചേർത്ത് ഈ പറയുന്ന നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചേർക്കുന്ന മായങ്ങളൊക്കെ ആരെയും എഫക്ട് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം കരളിനെ എഫക്ട് ചെയ്യുന്നത്. ആ കരളിനുള്ള പണിയാണ് നമ്മളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ന്റെ പണിയാണ് കരളിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കം അതിനകത്തൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കരളിന് എനർജി കൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആക്കാനും അതിന്റെ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് കളയാനും വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റുകൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് അതിൻ്റെതായ ദോഷങ്ങൾ ഒരുപാട് ഉണ്ടാവും എന്നുള്ളത് വസ്തുതയാണ്. ഒരു തർക്കം അതിനകത്തില്ല. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതായത് ഇപ്പോൾ നമ്മൾ പുറമേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണ വെള്ളം കുടിക്കലൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ പല ആളുകളും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പല ആളുകളെയും സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ ചായ കുടിക്കും, വൈകുന്നേരം ചായ കുടിക്കും. ഈ 2 ചായയാണ് അവർ വെള്ളമായിട്ട് കുടിക്കുന്നത്. അപൂർവമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചെങ്കിലായി, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വളരെ പരമദയനീയ, ഒരു തർക്കത്തിനകത്തില്ല. കാരണം സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാ 70% ജലാംശം. അപ്പൊ ജലാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നിർജ്ജലീകരണം സംഭവിക്കും, ഒരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് വരും, അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിർജ്ജലീകരണം എന്ന് പറഞ്ഞ അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മൾ അതൊരു ആ ഒരു ലിമിറ്റിൽ മീതെ കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് അളവിലെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ. കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ പുറമേക്ക് ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വെള്ളം കുടി തീരെ കുറവാണ്. ഇപ്പോൾ ജെൻസും ഇപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ ഒരുപാട് വെള്ളം കൂടി ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കഴിച്ചേക്കും. പക്ഷെ എന്നാലും പൊതുവേ നോക്കുന്ന സമയത്ത് വെള്ളം കുടിക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഇപ്പൊ നമ്മുടെ കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. കൃത്യമായിട്ട് ആ ഒരു യൂറിനുള്ള വേസ്റ്റുകളൊക്കെ പുറത്ത് തള്ളിക്കൊണ്ട് ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് യൂറിഫ്ലഷ്. അതുപോലെ ഹെൽത്ത്, തൈറോയിഡ് സംബന്ധമായ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സംരക്ഷിക്കാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് എനർജി കൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഹെൽത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെൽനസ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ അത്തരത്തിൽ ഓരോ അവയവങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പീരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് വുമൺ കമ്പാനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സ്ത്രീകളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് വളരെയധികം ഗുണമുള്ള പ്രൊഡക്റ്റാണ്. അത് കൃത്യമായിട്ട് എല്ലാ സ്ത്രീകളും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. കാരണം ടീനേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ അവയവങ്ങൾക്ക് എനർജി കൊടുക്കുകയും അതിന്റെ നമ്മുടെ ശരീരത്തിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്ന പോഷകങ്ങളെ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യുന്ന സപ്ലിമെന്റ്സ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എനർജിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ബ്ലഡ് എച്ച് ബി കുറവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വളർച്ചയുടെ സമയത്തൊക്കെയാണ്, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് വളർച്ചയുടെ സമയമാണ്. ബ്ലഡ് കുറവൊക്കെ ഒരുപാട് ആ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിവികാസത്തെ വളർച്ചയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബ്ലഡ് ഉണ്ടാവാൻ പറ്റിയ സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കഴിക്കുക, കൂടുതലായിട്ട് ആ ഒരു സമയത്ത് കഴിക്കുക. അതുപോലെ വളർച്ചയുടെ സമയത്ത് വേണ്ട കാര്യങ്ങളാണ് പ്രോട്ടീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കാൽസ്യം, പ്രോട്ടീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് വേണ്ടതാണ്. കാരണം അസ്ഥിയുടെ വളർച്ചയ്ക്കൊക്കെ ഇതൊക്കെ വേണം. അപ്പം അങ്ങനെയുള്ള കുറവുകൾ വരാതെ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സമയത്തും ആ ഒരു സാധനമല്ല നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ വളർച്ചയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവങ്ങൾ ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ, കാൽസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ അതിൻ്റെതായ കുറവുകൾ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ട് ബ്ലഡ് എച്ച് ബി കൃത്യമായിട്ട് വേണം. അത് കുറഞ്ഞു പോകുന്തോറും അതിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആ ഒരു ടീനേജിലൊക്കെ വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബ്ലഡ് ഇല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വലിയ പ്രശ്നങ്ങളാണ് അവരെ ബാധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുകയും കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. നമുക്ക് ക്ഷീണവും തളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ, ഇപ്പോൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിക്കുക എന്നുള്ളത് ഒരു കാര്യം.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സ് എക്സ്ട്രാ ഉള്ള സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കുക. സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പോരായ്മയെ നികത്തിക്കൊണ്ട് വരാനും ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സപ്ലിമെന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സപ്ലിമെന്റ്സിന്റെ ഒരു പ്രാധാന്യം ചെറുതല്ല. നമുക്ക് മെഡിസിൻ എടുത്ത് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ പലരുടെ ആ ഒരു ചിന്താഗതി അതാണ്, വളരെ തെറ്റായ ഒരു ചിന്താഗതി അത്. അപ്പോൾ മെഡിസിൻ കഴിച്ച് മാത്രം ജീവിക്കുക എന്നുള്ള, ഞാൻ എന്തെങ്കിലും അസുഖം വന്നാൽ മരുന്ന് വാങ്ങിച്ചോളാം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഭാഷ്യം. അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. കാരണം നമ്മൾ കഴിക്കേണ്ട ഫുഡ് കൃത്യമായിട്ട് പോഷകങ്ങൾ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു കാര്യം. അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അത് മരുന്ന് മാത്രം കഴിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മെഡിസിൻ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം കഴിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ഫുഡ് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സപ്ലിമെന്റ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകളാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 25ഓളം പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പലരും പല രീതിയിലും കമന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല വീഡിയോസിലും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ MI ലൈഫിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഈ പറയുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന്. MI ലൈഫിൻ്റെ പ്രൊഡക്റ്റുകൾക്കല്ല ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. അത് ഏത് ബ്രാൻഡിലാണോ വരുന്നത് ആ ഒരു ബ്രാൻഡിനാണ് ആ ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അല്ലാതെ ഈ എന്താ പറയുക, MI ലൈഫ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ആ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഓരോ ബ്രാൻഡിനാണ് അത് കിട്ടുന്നത്. അപ്പോൾ ആ ഓരോ ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഏത് കമ്പനിയാണ് ഇപ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ കീഴിൽ എവിടെയാണ് അത് സപ്ലൈ ചെയ്യുന്നത് ആ ഒരു കമ്പനിക്കാണ് ഈ ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും പല വീഡിയോയിലും തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. കാരണം ഇപ്പം ഈ പറയുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഡക്റ്റുകളിൽ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അന്വേഷിക്കാൻ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഒരു തർക്കത്തിനകത്തില്ല. അതൊക്കെയാണ് വസ്തുത. അല്ലാതെ പല ആളുകളും പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു. ഈ പറയുന്ന MI ലൈഫിൻ്റെ കമ്പനിക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഇല്ല. MI ലൈഫിൻ്റെ കമ്പനിക്ക് എങ്ങനെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഇടുന്നത്? MI ലൈഫ് എന്ന് പറയുന്ന കമ്പനിക്കല്ല ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്, ആ പ്രൊഡക്റ്റിനാണ് കിട്ടുന്നത്. ഇപ്പോൾ ആ ഒരു കമ്പനിക്ക് മൊത്തത്തിൽ ആരാ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കൊടുക്കണേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനി ഒരു പേര് വിചാരിക്കുക, ആ ഒരു കമ്പനിക്ക് ഒരിക്കലും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നമ്മുടെ സർക്കാർ കൊടുക്കില്ല. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് 25ഓളം പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരളത്തിൽ എത്ര പ്രൊഡക്റ്റുകൾക്കുണ്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്? അപ്പോൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആയുഷ് എന്ന് പറഞ്ഞ മന്ത്രാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അംഗീകാരമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വളരെയധികം ഗുണമേന്മയുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. പല രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കണ്ടൻസ് ആ ഒരു പ്രൊഡക്റ്റിൽ വേണം. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഈ പറയുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ മാത്രം ഉപയോഗിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ടാലും മരുന്ന് കഴിച്ചാലും നമുക്ക് ഫുഡ് കൃത്യമായിട്ട് പോഷകങ്ങൾ ശരീരത്തിൽ എത്തിയേ പറ്റൂ. അപ്പോൾ അത് എത്താത്രത്തോളം നമുക്ക് ഓരോരോ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് സപ്ലിമെന്റ്സുകൾ വേണ്ട, ശരീരത്തിന് കുറവുള്ള ഭാഗം എന്താണോ, ഏത് ഭാഗത്താണോ നമുക്ക് കുറവ് വരുന്നത് അല്ലെങ്കിൽ ആ പോരായ്മ വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.